ബ്രെയിൻ ആണ് നമ്മുടെ ശരീരത്തിലെ സൂപ്പർ ആൻഡ് പവർഫുൾ ഇന്റലിജന്റ് ആയിട്ടുള്ള ഓർഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലാർക്കും സംശയമില്ലല്ലോ. ഈ ബ്രെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ നല്ല നല്ല അനുഭവങ്ങൾ ഓർത്തു വെക്കാനുള്ള ഒരു മെമ്മറി കാർഡ് പോലെയാണ് നമുക്ക് ആദ്യം ബ്രെയിനെ കുറിച്ച് ഓർമ്മ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബ്രെയിന് എത്ര മെമ്മറി ഉണ്ടാകും നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൽ ഇഷ്ടം പോലെ രക്തക്കുഴലുകളുണ്ട്. ഈ രക്തക്കുഴലൊക്കെ ഒന്ന് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ എത്ര നീളം ഉണ്ടാകുന്ന ഒരു ഉദ്ദേശം വല്ല ഉണ്ടോ? നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഭയങ്കര നീളം അതിനുണ്ട്. നിങ്ങൾക്ക് ഒരു ഉദ്ദേശമായിട്ട് അത് എത്ര ഉണ്ടെന്ന് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അവസാനം ഞാൻ അത് പറയുമ്പോൾ കറക്റ്റ് ആണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതിനൊക്കെ കുറിച്ചാണ്. അതുമില്ലാഞ്ഞിട്ട് നമ്മുടെ ബ്രെയിനെ കുറിച്ചുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 15 സീക്രട്ട് പോയിന്റുകൾ. ഈ 15 നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഒരു പുതിയൊരു അറിവായിരിക്കും. അപ്പോൾ ഇറ്റ്സ് മീ കിരൺ കുമാർ, വെൽക്കം ടു ദിസ് വീഡിയോ. അപ്പോൾ നമ്മുടെ ബ്രെയിനെ കുറിച്ചുള്ള ഫസ്റ്റ് സീക്രട്ട്. പൊതുവെ എല്ലാവരും പറയും നമ്മുടെ ബ്രെയിനിന്റെ വെറും 10% മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അതായത് വലിയ സയന്റിസ്റ്റ് ആയ ആൽബർട്ട് ഐൻസ്റ്റീൻ വരെ അദ്ദേഹത്തിന്റെ ബ്രെയിനിന്റെ കുറച്ച് ഭാഗമേ യൂസ് ചെയ്തിട്ടുള്ളൂ എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ആക്ച്വലി അത് സത്യമല്ല. നമ്മൾ എല്ലാവരും നമ്മുടെ ബ്രെയിനിന്റെ 100% നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ 10% കണക്കും ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ ഫുൾ പാർട്സും വർക്ക് ചെയ്യത്തില്ല. കാരണം നമ്മുടെ ആ ഫുൾ പാർട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മാത്രമുള്ള എനർജി ഒന്നും നമ്മുടെ ശരീരത്തിൽ നിന്ന് ബ്രെയിനിന് കിട്ടത്തില്ല. അതുകൊണ്ടാണ് 10% യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ബ്രെയിനിന്റെ എല്ലാ പാർട്സും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഓരോരോ സമയങ്ങളാണെന്ന് മാത്രമേ ഉള്ളൂ. ഇനി രണ്ടാമത്തത് നമ്മുടെ ബ്രെയിനിന്റെ വെയിറ്റ്. സാധാരണ ഒരു ജനിച്ചൊരു കൊച്ചിന് 350 ഗ്രാം മുതൽ 400 ഗ്രാം വരെ വെയിറ്റ് ബ്രെയിനിന് മാത്രം തന്നെ ഉണ്ടാവും. ആ കൊച്ചിന് 1 വയസ്സാകുമ്പോൾ ജനിച്ചപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാളും ഡബിൾ ആയിട്ട് ബ്രെയിനിന്റെ വെയിറ്റ് ഉണ്ടാവും. ഇനി നല്ലൊരു വളർന്ന ഒരു അഡൾട്ടിന് എത്ര വെയിറ്റ് ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ 1.3 കിലോഗ്രാം മുതൽ 1.4 കിലോഗ്രാം വരെ വെയിറ്റ് ഉണ്ടാവും. അതായത് നമ്മുടെ ബോഡിയുടെ മൊത്ത വെയിറ്റിന്റെ 2% ഒരു ബ്രെയിനിന്റെ വെയിറ്റ്. ഈ ഒരു വെയിറ്റ് നമുക്കൊരു 5 വയസ്സുള്ളപ്പോൾ തന്നെ എത്തിക്കാണും. അതായത് 5 വയസ്സിന് ശേഷം നമ്മുടെ ബ്രെയിനിന്റെ വളർച്ച ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും വളരുന്നത്. അടുത്തത് മൂന്നാമത്തത് ബ്രെയിനിന്റെ വലിപ്പത്തിന്റെ കാര്യത്തിൽ ആണുങ്ങളുടെ ബ്രെയിൻ ആണ് ഏറ്റവും വലിപ്പം കൂടിയത്. അതായത് പെണ്ണുങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആണുങ്ങളുടെ ബ്രെയിൻ 10% വലിപ്പം കൂടുതലാണ് ഉള്ളത്. എന്ന് വെച്ച് ആണുങ്ങളുടെ ബ്രെയിൻ അടിപൊളിയാണ് എന്നല്ല. കാരണം പെണ്ണുങ്ങളുടെ ബ്രെയിൻ ആണ് മോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള ബ്രെയിൻ. അവർക്ക് ഒരു സമയം കൊണ്ട് ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ അവർ ആണിനെ കൊണ്ട് ഒരു സമയത്ത് 1-2 കാര്യങ്ങളെ ചെയ്യാൻ പറ്റും, അതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് ഒത്തിരി കളറൊക്കെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അതായത് ഒരു കളറിനെ കണ്ടാൽ തന്നെ അതിൽ തന്നെ പല വേരിയേഷൻസ് അവർക്ക് മനസ്സിലാവാൻ പറ്റും. പക്ഷെ ആണുങ്ങളുടെ ബ്രെയിൻ ആ വ്യത്യാസം ഒന്നും മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ ബ്രെയിനിൽ ഇല്ല. അതിനൊരു എക്സാമ്പിൾ ആണ്, ഒരു തുണിക്കടയിൽ പോകുമ്പോൾ തന്നെ ഒരു കളറിൽ തന്നെ പല ഷെയ്ഡ്സ് ഉള്ള കളർ കാണിക്കും. പക്ഷെ നമുക്ക് നോക്കുമ്പോൾ ഇതെല്ലാം ഒരേ കളറായിട്ടാണ് തോന്നുന്നത്. പക്ഷെ അവർക്കത് ഒത്തിരി വ്യത്യാസമായിട്ടാണ് തോന്നുന്നത്. നാലാമത്തെ സീക്രട്ട്, നമ്മുടെ ദേഹത്ത് ഏറ്റവും കൊഴുപ്പുള്ള ഒരു ഓർഗൺ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് നമ്മുടെ ബ്രെയിൻ ആണ്. കാരണം നമ്മുടെ ബ്രെയിനിന്റെ 60% അടങ്ങിയിരിക്കുന്നത് ഫാറ്റ് ടിഷ്യൂ കൊണ്ടാണ്. അതുപോലെ തന്നെ ഈ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഈ കൊഴുപ്പ് വേണ്ടത്രയും ബ്രെയിനിന് കിട്ടിയില്ലെങ്കിൽ അത് നമ്മുടെ ബ്രെയിൻ ഡാമേജ് ആവാൻ തന്നെ കാരണമായി മാറും. അടുത്തത് അഞ്ചാമത്തെ പോയിന്റ്, ആണുങ്ങളുടെ ബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഭംഗിയെ കാണുമ്പോൾ അട്രാക്ട് ആവാനായിട്ടാണ്. അതുകൊണ്ടാണ് ആണുങ്ങൾ എപ്പോഴും നല്ല ഭംഗിയുള്ള സാധനങ്ങളെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് അട്രാക്ട് ആവുന്നത്. അതുപോലെ തന്നെ ഭംഗിയുള്ള പെണ്ണുങ്ങളെ കാണുമ്പോഴും അവര് നോക്കുന്നതിന് കാരണം അതാണ്. അത് ആണുങ്ങളുടെ കുഴപ്പമല്ല, അത് അവരുടെ ബ്രെയിനിന്റെ കുഴപ്പമാണ്. ബ്രെയിനെ കുറിച്ചുള്ള ആറാമത്തെ സീക്രട്ട്, എല്ലാ ജീവജാലങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മനുഷ്യന്റെ ബ്രെയിൻ ആണ് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ബ്രെയിൻ. അതിന് പല റീസൺസ് ഉണ്ട്. പക്ഷെ അതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഒരു കാര്യത്തിനെ പ്രോസസ് ചെയ്യുന്ന സമയം ഭയങ്കര കുറവാണ്. അതായത് 30 മുതൽ 100 മില്ലി സെക്കൻഡ് ഉള്ളിൽ ആ കാര്യം പ്രോസസ് ചെയ്തിരിക്കും. ഈ മില്ലി സെക്കൻഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണ് ജസ്റ്റ് ഒന്ന് അടയ്ക്കുന്നതിന് മുന്നേ തന്നെ അതിന്റെ റിയാക്ഷൻസ് ബ്രെയിൻ തരും. അതായത് നമ്മുടെ ബ്രെയിനിന്റെ അകത്ത് ഓരോ കാര്യങ്ങൾ പ്രോസസ് ചെയ്യുന്നത് അതിന്റെ അകത്ത് സിഗ്നൽ ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ടാണ്. ഈ സിഗ്നൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ സ്പീഡ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് ഒരു സെക്കൻഡിൽ 100 മീറ്റർ ഡിസ്റ്റൻസിൽ ഈ സിഗ്നൽ ട്രാൻസ്ഫർ ആവാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഫാസ്റ്റ് ആയിട്ട് അതിനുള്ള റിയാക്ഷൻസ് വരും. അടുത്തത് ഏഴാമത്തെ പോയിന്റ്, നമ്മുടെ ബ്രെയിന് പല പ്രശ്നങ്ങളും സോൾവ് ചെയ്യാനുള്ള കഴിവും കൂടെ ഉണ്ട്. അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് നമുക്ക് തലവേദന വരുന്നത്. കാരണം നമ്മൾ ഭയങ്കര സ്ട്രെസ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് റെസ്റ്റ് വേണം എന്നുള്ള ഒരു സിഗ്നലാണ് ഈ തലവേദന. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിന് നമ്മുടെ ബോഡിയിലുള്ള ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യാനും പറ്റും. നമ്മൾ എവിടെയെങ്കിലും വെയിലത്ത് പോയി നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ചൂടാവും. ഈ ചൂടാവുന്നത് കണ്ടിട്ട് നമ്മുടെ ബ്രെയിൻ ഒരു സിഗ്നൽ ആയിട്ട് വിടും, നമ്മുടെ ശരീരം ഭയങ്കര ചൂടായിട്ടുണ്ട് അതുകൊണ്ട് തണുപ്പിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ ബോഡി എന്ത് ചെയ്യും, അവിടെ വേർപ്പുണ്ടാക്കും. ഈ വേർപ്പ് നമ്മുടെ സ്കിന്നിന്റെ പുറത്തുണ്ടായിട്ട് നമ്മുടെ ശരീരത്തുള്ള ചൂട് അബ്സോർവ് ചെയ്തിട്ട് അത് നീരാവിയായിട്ട് പോകും. അങ്ങനെ നമ്മുടെ ശരീരത്തുള്ള ചൂട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതുപോലത്തെ കുറെ പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് നമ്മുടെ ബ്രെയിൻ ആണ് സോൾവ് ചെയ്യുന്നത്. അടുത്തത് എട്ടാമത്തെ പോയിന്റ്, ഇത് ഭയങ്കര എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നമ്മുടെ ശരീരത്തിൽ ഇഷ്ടം പോലെ പെയിൻ റെസിപ്റ്റർ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം നമ്മൾ എന്തെങ്കിലും തീയില് കൊണ്ട് കൈ വെച്ചാലോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു തൂവല് കൊണ്ടാൽ പോലും നമുക്കത്
നമുക്കത് ഫീൽ ചെയ്യും. നമുക്ക് എന്തെങ്കിലും വേദനയ്ക്ക് ഉണ്ടായാൽ പോലും നമുക്കത് അറിയാൻ പറ്റും. കാരണം പെയിൻ റെസിപ്റ്റർ ഉള്ളതുകൊണ്ടാണ്. ഈ പെയിൻ റെസിപ്റ്റർ നമ്മുടെ ബ്രെയിനിന് സിഗ്നൽ കൊടുത്തിട്ട് നമ്മൾ അപ്പോഴാണ് നമ്മൾ പൊള്ളുന്നതിൽ നിന്ന് കൈയൊക്കെ മാറ്റി അതിനൊരു റിയാക്ഷൻ ഉണ്ടാക്കുന്നത്. പക്ഷെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിന് സ്വന്തമായിട്ട് പെയിൻ റെസിപ്റ്റർ ഇല്ല. അതായത് നമ്മുടെ തലച്ചോറിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് ഒരിക്കലും അറിയത്തില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ തലയിൽ എന്തെങ്കിലും ഇടിക്കുമ്പോഴോ അല്ലെ വണ്ടിയിൽ നിന്ന് ആക്സിഡന്റ് ആകുമ്പോൾ തലയിൽ ഈ ബ്രെയിനിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പൊ അതൊക്കെ നമുക്ക് വേദന അറിയോ ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വേദന ബ്രെയിനിലുള്ളതാണെങ്കിൽ അറിയില്ല. പക്ഷെ ബ്രെയിന് ഈ സ്കള്ളിനൊക്കെ ചുറ്റി ഇരിക്കുന്നതുകൊണ്ട് ഉറപ്പായിട്ട് സ്കള്ള് പൊട്ടിക്കഴിഞ്ഞാലേ ബ്രെയിനിൽ ഡാമേജ് ഉണ്ടാവുള്ളൂ. അപ്പൊ ആ സ്കള്ള് പൊട്ടുന്നതിൽ നമുക്ക് ഉറപ്പായിട്ട് വേദന ഫീൽ ചെയ്യും. അല്ലാണ്ട് ബ്രെയിനിൽ കൊള്ളുന്നതിന് നമുക്ക് ഒരു ഫീലിങ്സും ഉണ്ടാവില്ല. കാരണം നമ്മുടെ തലച്ചോറിന് പെയിൻ റെസിപ്റ്റർ ഇല്ല എന്നുള്ളതാണ് സത്യം. അടുത്തത് 9ാമത്തെ പോയിന്റ്, നമ്മുടെ ശരീരത്തിന് ഒരുപാട് എനർജി വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന്റെ ഒരു കണക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ കൊച്ചായിരിക്കാൻ നേരത്ത് നമ്മുടെ ശരീരത്തിൽ എത്ര ആഹാരം കഴിക്കുന്നോ അതിന്റെ 60% എനർജി ബ്രെയിൻ തന്നെ എടുക്കും. ആ സമയത്താണ് നമ്മൾ ഈ ലോകത്തിലുള്ള ഓരോ കാര്യങ്ങൾ പുതിയതായിട്ട് കണ്ട് മനസ്സിലാക്കി പഠിക്കുന്നത്. അതുകൊണ്ട് അത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള എനർജി നമുക്ക് വേണം. അതുകൊണ്ടാണ് ഈ 60%. അത് കഴിഞ്ഞ് നമ്മൾ വളർന്ന ഒരു അഡൾട്ടൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും 20% എനർജിയാണ് ബ്രെയിൻ എടുക്കുന്നത്. അതുകൊണ്ട് ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് നമ്മുടെ ബ്രെയിന് വേണ്ട അളവിലുള്ള എനർജിയുള്ള ആഹാരങ്ങൾ കഴിക്കുക. ഒരിക്കലും ആഹാരം സ്കിപ്പ് ചെയ്ത് കളയില്ല. അടുത്ത 10ാമത്തെ പോയിന്റ്, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ജീവൻ നിലനിർത്താൻ ഓക്സിജൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആ ഓക്സിജനിൽ 20% ഓക്സിജൻ നമ്മുടെ ബ്രെയിൻ തന്നെ എടുക്കും. ഇനി അതേസമയം കുറച്ച് സമയം നമുക്ക് ഓക്സിജൻ നമ്മുടെ ബ്രെയിന് കിട്ടിയില്ലെങ്കിൽ, അതായത് ഒരു 5 മുതൽ 6 മിനിറ്റ് നമുക്ക് ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ ഓക്സിജൻ ഇല്ലാത്ത കാരണം നമ്മുടെ ബ്രെയിൻ ഡാമേജ് ആയി പോകും. അതുപോലെ ബ്രെയിൻ നല്ല സൂപ്പറായിട്ട് വർക്ക് ചെയ്യാനും ഓക്സിജൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറഞ്ഞ ഈ ആൽമരത്തിന്റെ താഴെ ഇരുന്ന് എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ച് ആലോചിക്കുവാണെങ്കിൽ അതിന്റെ സൊല്യൂഷൻ പെട്ടെന്ന് കിട്ടുമെന്ന് പറയുന്നത് അത് കാരണമാണ്. അടുത്ത 11th പോയിന്റ്, നമ്മുടെ തലച്ചോറിൽ ഇഷ്ടം പോലെ ബ്ലഡ് വെസൽസ് ഉണ്ട്. ഈ ബ്ലഡ് വെസലൊക്കെ നമ്മൾ നിവർത്തിയെടുത്ത് വെക്കുവാണെങ്കിൽ ഏകദേശം 1,60,000 കിലോമീറ്റർ നീളം ഉണ്ടാവും. അതായത് ഒരാളുടെ തലച്ചോറിലുള്ള രക്തക്കുഴലിൽ വെച്ച് നമ്മുടെ ഭൂമിയെ 4 പ്രാവശ്യം ചുറ്റിയെടുക്കാം. അതായത് ഭൂമിയെ ഫുള്ളായിട്ട്. അത്രയ്ക്കുള്ള രക്തക്കുഴലാണ് നമ്മുടെ ഈ ചെറിയ തലയിൽ തലച്ചോറായിട്ട് ഇരിക്കുന്നത്. അടുത്ത 12ാമത്തെ പോയിന്റ്, 1 മിനിറ്റിൽ നമ്മുടെ തലച്ചോറിൽ 1 ലിറ്റർ ബ്ലഡ് ആണ് പാസ് ചെയ്ത് പോകുന്നത്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള വെള്ളമാണെന്ന് എല്ലാവർക്കും അറിയാലോ. ആ വെള്ളത്തിലും 75% നമ്മുടെ തലച്ചോറിലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന കൂടുതൽ എനർജിയും നമ്മുടെ തലച്ചോറിന് വേണ്ടിയാണ്. അടുത്ത 13ാമത്തെ പോയിന്റ്, നമ്മുടെ ബ്രെയിന് സ്ലീപ്പേ ഇല്ല. അതായത് നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമ്മുടെ ബ്രെയിൻ ഒരിക്കലും ഉറങ്ങുന്നില്ല. അത് ആ സമയവും സബ് കോൺഷ്യസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്നാണ് സയന്റിസ്റ്റുമാർ പറയുന്നത്. അടുത്തത് 14ാമത്തെ പോയിന്റ്, എല്ലാവരും പറയും എനിക്ക് വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ല കാരണം ഞാൻ ഒന്നും ചെയ്യാതെ ഇരിക്കുവാണ് എന്ന് പറയും. പക്ഷെ ശരിക്കും പറഞ്ഞ് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഒന്നും ചെയ്യാതെ അല്ല ഇരിക്കുന്നത്. കാരണം നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കും. ഞാനത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം 50,000 തോട്ട്സ്, അതായത് 50,000 ചിന്തകളാണ് നമുക്ക് ഒരു ദിവസം തന്നെ ഉണ്ടാവുന്നത്. അതായത് 2100 ചിന്തകളാണ് വെറും 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത്. വെറുതെ ഒരു ആവറേജ് ആയിട്ട് പറയുവാണെങ്കിൽ. അപ്പോൾ ഒരിക്കലും നമ്മൾ വെറുതെ അല്ലല്ലോ ഇരിക്കുന്നത്. അടുത്തത് ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള 15ാമത്തെ പോയിന്റ്, അതായത് നമ്മുടെ ബ്രെയിനിന്റെ മെമ്മറി എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2.5 പെറ്റാബൈറ്റ്സ് ആണ്. അതായത് 2.5 മില്യൺ GB. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബ്രെയിനെ കുറിച്ചുള്ള ഇൻട്രസ്റ്റിംഗ് ആയ സീക്രറ്റ് അല്ലെങ്കിൽ ഫാക്ട്സ്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം പുതിയതായിട്ടാണ് കേട്ടത് എന്നുള്ളത് ഏതാണോ അത് നിങ്ങൾ കമന്റ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഞാൻ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അത് എന്ത് വേണം എന്നുള്ളതും കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.